നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. റേ ഒപ്റ്റിക്സ് ആൻഡ് വേ ഒപ്റ്റിക്സ്, രണ്ട് ഒപ്റ്റിക്സ്, ലൈറ്റിൻ്റെ പടവണ്ടാരം രണ്ട് തിയേറ്ററാണ്. ഈ പറയുന്നത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചില്ലെങ്കിൽ പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. റേ ഒപ്റ്റിക്സിനകത്ത് ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. റേ ഒപ്റ്റിക്സിനെ രണ്ട് തട്ടായിട്ട് തിരിച്ചേക്കാം. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ പേര്. അന്നേരം എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? ആദ്യം ഇതെല്ലാം നമ്മൾ 55 ദിവസം തൊണ്ടിരുന്നാൽ പോലും ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ലോസ് ഓഫ് റിഫ്രാക്ഷൻ, സ്നെൽസ് ലോ ഉൾപ്പെടെ 2 റിഫ്രാക്ഷൻ ലോ, ക്രിട്ടിക്കൽ ആംഗിൾ, ടോട്ടൽ റിഫ്രാക്ഷൻ, രണ്ടിൻ്റെയും പടം വരച്ച് പഠിക്കണം. n = 1/sin c, സിമ്പിളായിട്ടൊരു ഇക്വേഷൻ. ടോട്ടൽ റിഫ്ലക്ഷൻ്റെ ആ കണ്ടീഷൻസ്. ഓക്കെ, പിന്നെ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, അതിൻ്റെ കൂട്ടത്തിൽ സ്മോൾ ആംഗിൾഡ് പ്രിസം. മോഡൽ എക്സാമിന് വെച്ചാണ് അതിൻ്റെ ഡീവിയേഷൻ കണ്ടു. d = n-1 × a. റിലേഷൻ ബിറ്റ്വീൻ UV ആൻഡ് R, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മിറർ ഫോർമുല. ഓക്കെ, 2 thin lenses in contact, പവർ ഓഫ് എ ലെൻസ്, മാഗ്നിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ റേ ഒപ്റ്റിക്സിൽ നിന്ന് ഒതുക്കിക്കൊണ്ട് പോകണം. ഇനി വേ ഒപ്റ്റിക്സിലോട്ട് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിലോട്ട് പോയാൽ സിമ്പിൾ മൈക്രോസ്കോപ്പ്, പടം വരച്ച് വൃത്തിയായിട്ട്. എസ്സയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ചോദിക്കാം. പിന്നെ ചില അധ്യാപകൻ ഭയങ്കര കൊനസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ശ്രദ്ധിച്ചേക്കണേ. കൊനസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്, അത് എസ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം. കൊനസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അന്നേരം ഒരു ഓപ്ഷൻ വരും. എന്നാലും നിങ്ങൾ ഒരു എന്താണ് ടെൻഷൻ എടുക്കേണ്ട, അതൊന്ന് നോക്കിക്കൊണ്ട് പോകുന്നതായിരിക്കും റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. പിന്നെ ടെൻഷൻ വേണ്ട. ഇനി വേ ഒപ്റ്റിക്സ്, പോളറൈസേഷൻ, ലൈറ്റ് വേവ്സ് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചറാന്നൊക്കെ പ്രൂവ് ചെയ്ത് പോളറൈസേഷനാണ്. പിന്നെ പോളറൈസേഷൻ കഴിഞ്ഞു. പിന്നെ പോളറോയിഡ്സ് അതിൻ്റെ യൂസസ്, കൊഹറൻറ്റ് സോഴ്സ്, ഇൻ്റർഫറൻസ്, ഹൈജീൻസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർഫറൻസ് ബാൻഡ് ആൻഡ് ഡിഫ്രാക്ഷൻ ബാൻഡ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൂഫ് ഓഫ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ, പ്രൂഫ് ഓഫ് റിഫ്രാക്ഷൻ, സ്നെൽസ് ലോ ആണ്. ആൻഡ് റിഫ്ലക്ഷൻ യൂസിങ് ഹൈജീൻസ് പ്രിൻസിപ്പിൾ. ഇത്രയും കാര്യം, ബാൻഡ് വിഡ്ത്ത്, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് റേ ഒപ്റ്റിക്സും വേ ഒപ്റ്റിക്സും പഠിച്ചുകൊണ്ട് പോയാൽ ഒരു 12 മാർക്ക് 15 മാർക്ക് ഉറപ്പിക്കാം. നോക്കിക്കൊണ്ടേ പോകാനുള്ളേ. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരും കേട്ടോ, 2 മണിക്കൂറിനുള്ളിൽ. അന്നേരം നോക്കിക്കൊണ്ട് പോകണം, പഠിച്ചോണം. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗീവ് അപ്പ്.